നിങ്ങൾക്ക് യെസ്, റീസണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അനലിറ്റിക്കൽ സൈഡ് ഉണ്ട് ഈ റീസണിങ്ങിന്റെ ആൻസറിനൊക്കെ. വി ഹാവ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ. there will not be any strict rules and all. റൂൾസിനെ തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. the capacity of to analyze the situation. You will be given different situations. നിങ്ങൾക്ക് കുറെ സിറ്റുവേഷൻസ് ആയിട്ടായിരിക്കും തരിക ക്വസ്റ്റ്യൻസ് ഒക്കെ. ആ സിറ്റുവേഷനെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിന് നമുക്ക് റീസണിങ്ങിൽ കുറെ ടേംസ് ഒക്കെ വിളിക്കും. ഡാറ്റ സഫിഷ്യൻസി, ഡാറ്റ അനാലിസിസ്, ലോജിക്കൽ റീസണിങ്, സില്ലോജിസം ഓർ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ടേംസിലൊക്കെ പറയും. നമ്മുടെ ഇന്നത്തെ നമുക്കൊരു ഫസ്റ്റ് ഡേ ക്ലാസ് ആയതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. കുറച്ചുപേര് ഇത്തവണ എക്സാം എഴുതുന്നവരുണ്ട്, കുറച്ച് ബാക്കിയുള്ളവർ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിലുള്ളവരുണ്ട്. അപ്പൊ എനിവേ നമുക്ക് ഇന്നൊന്ന് ബിഗിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ എവിടെ നിൽക്കുന്നു, എവിടെയാണ്, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അതിന്റെ ഇടയിൽ പറയാം. നിങ്ങൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമേ വിശ്വസിക്കുകയാണ്. ആം ഐ റൈറ്റ്? എല്ലാവരും റെഗുലർ ആയിട്ട് വായിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ. വായിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസ് എക്സാം, ഈ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ എക്സാമിനേഷനിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയ്തർ ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ ബോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ബോത്ത് ലാംഗ്വേജിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ശരിയല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇംഗ്ലീഷും ഉണ്ടാവും, ഹിന്ദിയും ഉണ്ടാവും. ശരിയല്ലേ? അതെ. അപ്പോ those know Hindi well can solve the problem with ease and speed. അവർക്ക് വളരെ ഈസി ആയിട്ടും സ്പീഡായിട്ടും ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹിന്ദി ഈസ് ദ ബർത്ത് ലാംഗ്വേജ്. അവർ ഹിന്ദിയിൽ ജനിച്ചു വീണ ആളുകളാണ്. അപ്പൊ അവർക്ക് അതൊരു വളരെ കംഫർട്ടബിൾ ആയിരിക്കും ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് നമ്മളെ സംബന്ധിച്ച്, ഈ കേരളത്തിൽ നിന്ന് എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച്, ഓർ സ്റ്റുഡൻസ് ഫ്രം ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സ്റ്റേറ്റ്സ്, നമുക്ക് ഭാഷാ ന്യൂനപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന് എഴുതുന്ന കുട്ടികൾക്ക് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് വെച്ച് തുടരാൻ പറ്റുള്ളൂ. അപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ഈ ഇംഗ്ലീഷിൽ കിട്ടുമ്പോ 4 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ വായിക്കുന്ന ഒരു സിസ്റ്റം കുട്ടികളിൽ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഹഡിൽസ്, എക്സാം പാസ്സാവാനുള്ള ആദ്യത്തെ തടസ്സം. ഒരു ചോദ്യം 3 പ്രാവശ്യം വായിക്കുക, 4 പ്രാവശ്യമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് വി വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ ഗിവൺ ടൈം. ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്തു തീർക്കാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രമാണ് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ഒരു രക്ഷയ്ക്ക് എത്തുള്ളൂ. ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബട്ട് വി വിൽ നോട്ട് ബി ഏബിൾ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ഇൻ ഹിന്ദി ഈവൻ ഇഫ് വി ക്യാൻ റീഡ് ഹിന്ദി ആൻഡ് ഓൾ. ഹിന്ദി വായിക്കാൻ പറ്റിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഹിന്ദിയിൽ ഉത്തരം എഴുതാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരിക്കില്ല. ആരോ one student from Odisha, I think I heard that that student can answer the question in Hindi, but now I will not provide the question in Hindi. I will provide all the questions and question papers and everything in English. I don't know whether the student from Odisha feel it difficult or not. ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. If he or she feels some difficult, then tell me in English and I will help you to understand the topic well. Otherwise, that all the discussions, all the questions, everything will be in English, and sometimes I will use Malayalam because of the students. Most of them are from Kerala to
make them more digestible, the subject and all. Then now we can directly, I will give you one set of yes, first. Yes. Read the question 31 to 35 that we want to do first. Study the following information carefully and answer the questions given below. 6 friends GHI. Can you see 12? നിങ്ങൾക്ക് നന്നായിട്ട് കാണാമോ? ഇനി സൂം ചെയ്യണോ? ഹലോ ഹലോ കാണാമോ നിങ്ങൾക്ക്? കാണുന്നില്ല. ഈ വിസിബിൾ അല്ല സർ. ക്വസ്റ്റ്യൻസ് വിസിബിൾ അല്ല സാറിന്റെ സൂമിന്റെ സെറ്റിംഗ്സ് ആണ് കിടക്കുന്നത്.
കാണുന്നില്ല അല്ലേ? ഒന്നും ക്ലിയർ ഇല്ല. ആവുന്നില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇവിടെ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സ്ക്രീൻ വരുന്നുണ്ട്, പക്ഷെ സാറിന്റെ സൂം മീറ്റിംഗിന്റെ സെറ്റിംഗ്സ് ആണ് അവിടെ കിടക്കുന്നത്. അതെ അല്ലേ? യെസ്, സാറിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ അല്ല, അത് കാണുന്നില്ല. ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല അല്ലേ? കാണുന്നില്ല. ഇല്ല. സാർ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നോക്ക്, ക്യാൻസൽ ചെയ്തിട്ട്. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ഇപ്പൊ വിസിബിൾ ആണ് സർ? ഓക്കെ, വിസിബിൾ ആണ്. ഓക്കെ. ഓക്കെ സാർ, ഏത് ഭാഗമാണെന്നുള്ളത് സാർ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. മാജിക്കൽ ബുക്ക് സീരീസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ? ടെസ്റ്റ് 2 റീസണിംഗ് എബിലിറ്റി. ഓക്കെ. അത് ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ അതാണ് ഇപ്പൊ വായിച്ചത്. യെസ്. 6 friends GHI, J, K and L live in a 6-story building numbered 1 to 6. The ground floor is numbered 1 and the topmost floor is numbered 6. H does not live on the odd numbered floor but lives immediately above L. There are only 2 persons between I and J. K lives immediately above J. Only 2 persons live between G and H. One of who lives on floor number 5. These are the information. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് റീസണിങ്ങിൽ മോസ്റ്റ്ലി നമുക്ക് ഗിവൻ സിറ്റുവേഷൻസ് പോലെ ആയിരിക്കും തരിക. വേറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, ബട്ട് ഇപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്ലസ്റ്റർ ഫോമിൽ, ഗ്രൂപ്പ് ഫോമിലാണ് തരിക. അപ്പൊ നമ്മുടെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക, ദെൻ അനലൈസ് ദ സിറ്റുവേഷൻ. തന്ന സിറ്റുവേഷനെ അനലൈസ് ചെയ്യുക, ഇഫ് പോസിബിൾ അറേഞ്ച് ഓൾ ദി ഇൻഫർമേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമുക്ക് ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചിട്ട് നമുക്കൊരു ഉത്തരം എഴുതാൻ പറ്റില്ല. ആം ഐ റൈറ്റ്? പറ്റുമോ? ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഉത്തരം എഴുതാൻ പറ്റില്ല. താഴെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം എഴുതില്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് ഇഫ് യു ക്യാൻ അറേഞ്ച് ദി ഇൻഫോർമേഷൻ, ഈ പറഞ്ഞ ഇൻഫോർമേഷനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യും. അപ്പോ എങ്ങനെ അറേഞ്ച് ചെയ്യണം? ഹൗ വി ഹാവ് ടു അറേഞ്ച് ഓൾ ദി ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷൻ നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അവിടെയാണ് നമ്മുടെ ബേസിക് സ്കില്ലിരിക്കുക. ഒന്ന് നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അറേഞ്ച് ചെയ്യേണ്ട ബേസിക് സ്റ്റെപ്പ് പറയാം. 6-story ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് sometimes there will be a ground floor, then first floor, then second floor, like that. ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഫസ്റ്റ് the ground floor is numbered 1. അപ്പൊ ഇവിടെ ഒരു സെപ്പറേറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഓർ 0 എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ഇറ്റ്സെൽഫ് ഈസ് 1, അത് തന്നെ 1 ആണ്. അപ്പൊ 0 ഇല്ല. അപ്പൊ 1, 2, 3 അങ്ങനെ 6 സ്റ്റോറീസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് ആരൊക്കെ ഏതൊക്കെ ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ വിവരം വെച്ച്. അപ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് 1 ഏറ്റവും താഴെ, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അബൌട്ട് 2, ദെൻ 3, അങ്ങനെ 6 വരെ ഫ്ലോർ ഒന്ന് എഴുതി നോക്കുക. റൈറ്റില് അതിനകത്ത് G ആണോ H ആണോ I ആണോ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ച് വേഗത്തിൽ ചെയ്യാൻ പറ്റണം, ബട്ട് നൗ ഇനീഷ്യലി നമുക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. സിറ്റുവേഷൻ മനസ്സിലാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും നമുക്ക് സാധിക്കാന്നൊന്ന് നോക്കുക. ഒന്ന് എഴുതി നോക്കി. പറ്റിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം.
നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫ്ലോർ ഒക്കെ അറേഞ്ച് ചെയ്തു. ദെൻ സി read the instruction. H does not live on an odd number floor. H ഒരു ഒറ്റ നമ്പറിലല്ല താമസിക്കണേന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് H താമസിക്കുന്നത് ഒരു ഈവൻ നമ്പറിലായിരിക്കും. അപ്പോ H ഇരട്ട നമ്പറുകളിലാണ് H താമസിക്കണേന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പോ H ഇരട്ട നമ്പറിലാന്ന് പറയുമ്പോൾ 2, 4 or 6, 2, 4, 6 ഇതിൽ എവിടെ വേണമെങ്കിലും H വരാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചേക്കണം. We can place H either on floor 2 or 4 or 6 because he lives on an even number floor. അപ്പോ നമുക്ക് 3 ചോയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. See the other next information. Floor but lives immediately above I. Immediately above I. ഐയുടെ ഇമ്മീഡിയറ്റ് മുകളിലാണ്. അപ്പൊ മീൻസ് I ഒരു ഓഡ് നമ്പറിലാണെന്ന് അർത്ഥം. അപ്പോ I 1 ആണെങ്കിൽ H 2 ആയിരിക്കും. അല്ലെങ്കിൽ I 3 ആണെങ്കിൽ 3 ആണെങ്കിൽ then H become 4, or if no I it is L get. Sorry, I am sorry. Immediately above L. So L is either on 1 or 3 or 5. അപ്പൊ നമുക്ക് ഈ 2 പൊസിഷൻ ക്ലിയർ ആയി. എല്ലും എച്ചും അഡ്ജസന്റ് ഫ്ലോറിലാണെന്ന് ഉറപ്പായി. അത്രയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. എല്ലും എച്ചും ഒരു അഡ്ജസന്റ് ഫ്ലോർസിലാണ്. ദെൻ അടുത്തത് there are only 2 persons between I and J. ഐക്കും ജെക്കും ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനിൽ 2 മെമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഐയും ജെയും പ്ലേസ് ചെയ്യുമ്പോൾ we must have 4 floors. ഐനെയും ജെനെയും പ്ലേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 4 ഫ്ലോർ ഓക്യുപ്പൈഡ് ആവും. കാരണം എന്താണ്? ഐയും ജെയും ഇടയ്ക്ക് 2 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഐയും ഇൻ ബിറ്റ്വീനിൽ 2 ഫ്ലോർസ്, ഐയും ജെയും 2 ഫ്ലോർ, അപ്പൊ 4 ഫ്ലോർസ് ആർ ദർ. സോ ഇറ്റ് ഈസ് നമുക്ക് അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഐയും എല്ലും എച്ചും ഏറ്റവും താഴെയാണ് നമുക്ക് ബിഗിൻ ചെയ്യാം. എല്ലും എച്ചും താഴെ നിന്ന് കൊടുത്തു നോക്കാം. അപ്പോ മോസ്റ്റ്ലി അത് കുഴപ്പം വരാൻ വഴിയില്ല. അങ്ങനെ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ വി ക്യാൻ റീപ്ലേസ് ദ പൊസിഷൻ. സോ L on the first floor, you can write L corresponding to floor 1. Then corresponding to 2 we can place H. 2 നേരെ H എഴുതാം. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഏതെങ്കിലും ഒരാളെ നമ്മൾ റീപ്ലേസ് ചെയ്യോ ചേഞ്ച് ചെയ്യോ വേണ്ടി വന്നാൽ ആ ഓട്ടോമാറ്റിക്കലി 2 പേരെയും നമ്മൾ ഒരുമിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് നമുക്ക് ഇവിടെയുള്ളൊരു പ്രത്യേകമായ കാര്യം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐനെയോ എച്ചിനെയോ നമുക്ക് മാറ്റേണ്ടി വന്ന എല്ലിനെയോ എച്ചിനെയോ നമുക്ക് മാറ്റേണ്ടി വന്നാൽ ഒരാളെ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റില്ല, 2 ആളെയും കൂടി ചിലപ്പോൾ മാറ്റേണ്ടി വരും. അത് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം. ഇപ്പോ ഈ പ്ലേസ്മെന്റ് നടക്കുമെന്ന് നോക്കാം. there are only 2 persons between I and J. അപ്പോ നമുക്ക് ഐയും ജെയും ഇനിയുള്ളതിന്റെ ഏറ്റവും മുകളിലും ഏറ്റവും താഴെ, അപ്പോ 6th ഫ്ലോറും 3rd ഫ്ലോറിലും ആയിരിക്കും ഐയും ജെയും. അത് നമുക്ക് നോക്കാം, എന്നിട്ട് എഴുതാം. K lives immediately above J. അപ്പോ ജെയുടെ തൊട്ടു മുകളിൽ K വരണം. അപ്പൊ പിന്നെ ജെയെ കൊണ്ടുപോയി 6th എഴുതാൻ പറ്റില്ല. 6th എഴുതിയാ പിന്നെ ഒരു 7th ഫ്ലോർ ഇല്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ജെയെ കൊണ്ടുവന്ന് നമുക്ക് 3rd ഫ്ലോറിൽ വെക്കാം. 4th ഫ്ലോറിൽ അപ്പോ
കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്ലേസ്ഡ് ആവും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വരച്ചു വെച്ചേക്കണ പിക്ചേഴ്സ് കാണിച്ചു തരാം. അത് ആദ്യം കാണിച്ചു തരാത്തത് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് അത് വെച്ച് അതിനോട് അഡ്ജസ്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ അത് പിക്ചർ ആദ്യം കാണിക്കാത്തത്, ആ ഡയഗ്രം കാണിക്കാത്തത്. ഈ എക്സ്പ്ലനേഷന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒരു വൺസ് അഗെയിൻ ഫ്ലോർ 1 നമുക്ക് എൽ വന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫ്ലോർ 2 എച്ച് വന്നു. റിമൈനിങ് വി ഹാവ് 4 ഫ്ലോർസ്. നമ്മുടെ കയ്യിൽ 4 ഫ്ലോർ ഉണ്ട്. അതില് ഐക്കും ജെക്കും ഇൻ ബിറ്റ്വീനില് 2 ഫ്ലോർ വരണം. അപ്പൊ ഐയും ജെയും മുകളിലും താഴെയായിട്ടായിരിക്കും വരിക. അതിൽ ഐ വേണോ ജെ വേണോ എവിടെ വരണം എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് വായിക്കണം. അപ്പൊ നമുക്ക് വായിച്ചപ്പോ മനസ്സിലായി കെ ലീവ്സ് ഇമ്മീഡിയറ്റ്ലി അബൌട്ട് ജെ. ജെയുടെ മുകളിലാണ് കെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജെയെ നമുക്ക് പ്ലേസ് ചെയ്യാൻ ഒരേ ഒരു പ്ലേസേ നമുക്കുള്ളൂ, 3rd തന്നെ വേണം ജെ. ക്ലിയർ ആയോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം ഞാൻ ചോദിക്കുമ്പോ. ക്ലിയർ ആയി സർ. എന്തോ? ക്ലിയർ ആയി സർ. ക്ലിയർ ആയി. ഓക്കെ. അപ്പോ നമുക്ക് 3rd ഫ്ലോറിൽ ജെ വന്നു, 4th ഫ്ലോറിൽ കെ വന്നു. ഇനി നമുക്ക് 2 ഫ്ലോർ ഉണ്ട്. only 2 persons live between G and H. ജിക്കും എച്ചിനും ഇടയ്ക്ക് 2 ആളുണ്ടെന്ന് പറഞ്ഞു. എച്ച് നമ്മൾ ഓൾറെഡി പ്ലേസ്ഡ് ആണ്, നിങ്ങളുടെ ലിസ്റ്റിലുണ്ട്. എച്ച് നമ്മൾ 2 പ്ലേസ് ചെയ്തിട്ടുണ്ട് എച്ച്. അപ്പൊ പിന്നെ ജിക്കും എച്ചിനും ഇടയ്ക്ക് 2 പേര് വേണമെങ്കിൽ ജി മസ്റ്റ് ബി ഓൺ 5th ഫ്ലോർ. ജി 5th ഫ്ലോറിൽ തന്നെ വരണം. ദെൻ ഇനി നമുക്ക് only 2 persons between G and H, one of who leaves the floor number 5. അതിൽ ഒരാൾ 5 അപ്പൊ പിന്നെ ഇനി നമുക്ക് ചിന്തിക്കാനില്ല, എച്ച് ഓൾറെഡി 2 അപ്പൊ പിന്നെ 5 ജി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി now we have one floor remains and 1 person remains, that is I. അപ്പൊ നമുക്ക് ഐയെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? ഇതൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയും. ഞാനിത് എൻ്റെ ഡ്രോയിങ് അറേഞ്ച്മെന്റ് ആദ്യം കാണിക്കാത്തത് നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അനലൈസ് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്യുമ്പോഴേ കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അറേഞ്ച്മെന്റ് ഈ ഗിവൺ ഓർഡറിൽ കിട്ടും. നിങ്ങൾക്ക് ഈ ഫ്ലോറും ഇപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഇത്രയും ചെയ്താൽ എല്ലാത്തിനും ഉത്തരമായി. ഇനി പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഈ അറേഞ്ച്മെന്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 5 അല്ല 10 അല്ല എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് തിങ്, whenever you get a question, particularly a group question, you must be able to analyze, must be able to arrange. Then only you have to proceed with the questions. Sometimes you may get 5, mostly you get 5 questions. Sometimes it may become 6 or 7 or like that. 5-6 ചോദ്യങ്ങൾ വരെയൊക്കെ ചോദിക്കാറുണ്ട്. സിസാറ്റിലും ഈ ടൈപ്പ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളം കാണും നിങ്ങൾ. ഇത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ക്ലിയർ ആണെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ എൻ്റെ ഒരു ഹെൽപ്പും വേണ്ട, നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചു നോക്കിയാൽ ഇനി നൗ യു ഹാവ് ദി സീറ്റിംഗ് അറേഞ്ച്മെന്റ്. റീഡ് ക്വസ്റ്റ്യൻ നമ്പർ 131. Who among the following lives on the topmost floor? ടോപ്പ് ഫ്ലോറിൽ ആരാണുള്ളത്? അയ്യുണ്ട്. അത് നമ്മൾ കംഫർട്ടബിളി നമ്മൾ പ്ലേസ് ചെയ്ത് ഐയുടെ കാര്യം ഈ ലിസ്റ്റിൽ എങ്ങും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതാണ് ആ ചോദ്യം. കണ്ടോ, നമ്മൾ തന്നെ പ്ലേസ് ചെയ്ത് ചോദ്യം തന്നെ ചോദിച്ചു. ഐയെ പറ്റി ഈ ഇൻഫോർമേഷനിൽ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, then 32.
How many persons are there between L and K? 2. 2. ഇനി ആൻസേഴ്സിന് നമുക്ക് മാക്സിമം വേഗത്തിൽ ചെയ്ത് തീർക്കാം. അടുത്തത്, who among the following lives on the 4th floor? 4ാമത്തെ ഫ്ലോറിൽ ആരാ? K. K. L lives on which of the following floors? L ഏത് ഫ്ലോറിലാ? L First floor. first floor. First floor. Which of the following statement is are true? I lives immediately above K. അല്ലല്ലോ. No. I live ആണോ? No. അല്ല. അല്ല. H does not live on the second floor. അത് തെറ്റല്ലേ? H സെക്കൻഡ് ഫ്ലോറിലല്ലേ? അതെ അതെ. അതെ സർ. H സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ ആ ഇൻഫർമേഷൻ തെറ്റാണ്. The one who lives on the 4th floor lives immediately below G. 4th ഫ്ലോറിലുള്ള ആള് ജിയുടെ തൊട്ട് താഴെയാണ്. അത് ശരിയാണ്. ജി 5th ഫ്ലോറിലാണ്. അപ്പോ ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കും. ഹലോ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാം, ആൻസേഴ്സ് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഇതിപ്പോ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻസ് എങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ എഴുതിയെടുക്കുകയാണോ ചെയ്യണേ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇൻഫർമേഷൻ ഒക്കെ? ഗ്രൂപ്പിൽ ഇടുവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങളിപ്പോ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ക്വസ്റ്റ്യൻസ് യു വിൽ ഗെറ്റ് ഇൻ ദ ഗ്രൂപ്പ് അല്ലേ? നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ പ്രശ്നമില്ല, നമുക്ക് ടൈം സേവ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോ ഇതേപോലെയുള്ള വേറൊരു ചോദ്യം ഉണ്ടോ എന്ന് നോക്കട്ടെ. എങ്കിൽ ആ ടൈപ്പ് ഒന്ന് ഒരിക്കൽ ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ടൈപ്പിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 51 to 55 ഇതിനോട് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 51 to 55 കാണാലോ അല്ലേ? ഇനി ഇതൊന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കിയേ. Question number 51 to 55. ഇത് നിങ്ങൾ തന്നെ ഇത് നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാളും കംഫർട്ടബിളി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ, നല്ലൊരു ചോദ്യമാണ് ചെയ്തത്.
ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ചെറുതായിട്ട്. We have 8 friends, A, B, C, D, E, F, G and H are sitting in a straight line facing north. All of them are sitting facing north. If facing north and facing south means south, some little bit differences are there. If some of them are sitting on a straight line and facing north means their left and right is always parallel to our left and right. ഈ നോർത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവിടെ എയുടെ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും റൈറ്റിനും ലെഫ്റ്റിനും ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് കംഫർട്ട് when you are make the seating of each and every person. ഓരോരുത്തരും നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ ഈ നോർത്തിലേക്ക് ഫേസ് ചെയ്തു എന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ട് എടുത്ത് പെട്ടെന്ന് എഴുതാം. ബട്ട് when the people are facing south means their right become our left and our right become their left. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ അവരുടെയും സൈഡ് മാറി മാറി വരും. അപ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. ക്വസ്റ്റ്യനില് സൗത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചില്ലെങ്കിൽ യുവർ അറേഞ്ച്മെന്റ് ബിക്കം എ റോങ് അറേഞ്ച്മെന്റ്. ഇഫ് പീപ്പിൾ ആർ ഫേസിങ് നോർത്ത് മീൻസ് വി ക്യാൻ ഡു ഇറ്റ് വിത്ത് ഈസ്. നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം ആ കാര്യം. അപ്പൊ ഇനി നമുക്ക് നിങ്ങൾ നല്ലത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പുട്ട് 8 പൊസിഷൻ. ആ ഒരു ലൈനിൽ 8 പൊസിഷൻ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 അറ്റത്തും 1 വീതം, പിന്നെ അത് കഴിഞ്ഞ 2 അറ്റത്തും ഇന്നർ സൈഡിൽ 1 വീതം, പിന്നെ ഇന്നർ സൈഡിൽ 1 വീതം, പിന്നെ അപ്പൊ 8 പൊസിഷൻ ഈസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വായിച്ചു നോക്കാം. E sits second to the right of G. E sits second to the right of G. G ഇരിക്കുന്നതിന്റെ വലതുവശത്ത് രണ്ടാമതാണ് E എന്ന് പറയുന്നത്. അപ്പോ എത്ര വേണമെങ്കിലും പ്ലേസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏറ്റവും ലെഫ്റ്റ് എൻഡിലെ 1ഉം 2 എടുക്കാം, അല്ലെങ്കിൽ 2ഉം 3 എടുക്കാം. അപ്പോ ഇത് തന്നെ കയറി ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. സോ റീഡ് who does not sit at the extreme ends of the line. Here the who means G. G, who means who is G. Who indicates G. Who എന്ന് പറഞ്ഞത് G ആണ്. G എക്സ്ട്രീം എൻഡിൽ അല്ല ഇരിക്കുന്നത്. G റൈറ്റ് എൻഡിലും അല്ല ലെഫ്റ്റ് എൻഡിലും അല്ല. അപ്പോ ഈ ഫസ്റ്റ് പ്ലേസിലല്ല എന്ന് ഉറപ്പായി. ഫസ്റ്റ് പ്ലേസിലാവാം, G വരില്ല എന്നേ പറഞ്ഞുള്ളൂ. A is 6th to the left of E. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഐഡിയ ആയി. ഈയുടെ ഇടതുവശത്ത് 6ാമതാണ് A എന്ന് പറയുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലേസ് ചെയ്യാം. ഈയുടെ ഇടതുവശത്ത് 6ാമത്. അപ്പോ നിങ്ങള് ഈയെ കൊണ്ടുവന്ന് 6ാമത് എഴുതിയിട്ട് ലെഫ്റ്റ് എൻഡിൽ A എഴുതിയാൽ E വരും. പിന്നെ ഈയുടെ 2 എണ്ണം കഴിഞ്ഞ് G നമുക്ക് എഴുതാൻ പറ്റുമായിരിക്കും. 8 പേരുള്ളത് കൊണ്ട് 5ഉം 2ഉം 7 പ്ലേസ് വരും അവിടെ. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ബിഗിനിങ് കിട്ടും. B is immediate neighbor of C and D. അപ്പോ ഈ ബിയുടെ ലെഫ്റ്റിലും റൈറ്റിലും സിയും ഡിയും ഉണ്ടെന്ന് അർത്ഥം. F sits. അപ്പോ ഈ എയും ഇയും വെച്ച് നിങ്ങൾക്ക് ബിഗിൻ ചെയ്യാം. എയും ഇയും വെച്ച് നിങ്ങൾക്ക് ബിഗിൻ ചെയ്ത് തുടങ്ങാം.
അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എയും ഇയും വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എയും ഇയും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എയും ഇയും വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എ കഴിഞ്ഞ് 6 സീറ്റ് വലതുവശത്തോ അല്ലെങ്കിൽ ഇയുടെ ലെഫ്റ്റിലാകോ. അപ്പൊ ടോട്ടൽ 7 പ്ലേസ് നമുക്ക് വേണം അവിടെ. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പായി എക്സ്ട്രീം എൻഡ് ലെഫ്റ്റിൽ എ എഴുതി, ലാസ്റ്റ് എക്സ്ട്രീം എൻഡിന്റെ ബട്ട് 1 അവസാനത്തിന് തൊട്ട് മുമ്പത്ത് ഇ എഴുതാം നമുക്ക്. അപ്പൊ എയും ഇയും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുമായി മനസ്സിലാക്കിയിട്ട് എഴുതണം. അപ്പൊ എയും ഇയും ആയി. ഇനി നമുക്ക് ഇയുടെ ലെഫ്റ്റില് ഇ സിറ്റ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ജി. ജിയുടെ വലതുവശത്ത് രണ്ടാമതാണ് ഇ എന്ന് പറഞ്ഞു. അപ്പോ ഇയുടെ ലെഫ്റ്റില് രണ്ടാമത് ജി എഴുതാം നിങ്ങൾക്ക്. ഇയുടെ ലെഫ്റ്റില് രണ്ടാമത് ജി എഴുതാം. രണ്ടാമത് ജി എഴുതാം. ഇയുടെ ലെഫ്റ്റില് തൊട്ട് ഇപ്പുറത്തെ ഇപ്പുറത്ത്. അപ്പോ ഏറ്റവും ആദ്യം എ വന്നു, റൈറ്റ് എൻഡിന് തൊട്ട് മുമ്പ് ഇ വന്നു. ഇയുടെ ലെഫ്റ്റിൽ ഒരെണ്ണം ഗ്യാപ്പ് ഇട്ടിട്ട് തൊട്ട് ഇപ്പുറത്ത് നമുക്ക് ജി എഴുതാം, രണ്ടാമത്തതായിട്ട് എഴുതാം. അപ്പൊ എ ആയി, ഇ ആയി, ജി ആയി. അപ്പൊ മുകളിലെ ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്തു. അടുത്തത് ബി സിറ്റ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി ആൻഡ് ഡി. സിയും ഡിയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ബി എന്ന് പറയുമ്പോൾ സിയുടെയും ഡിയുടെയും ഇടയ്ക്ക് ബി വന്നം. അപ്പൊ 3 പ്ലേസ് ഒരുമിച്ച് കിട്ടണം അവരെ പ്ലേസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇയുടെ വലതുവശത്ത് 3 പ്ലേസ് ഇല്ല. ജിയുടെയും എയുടെയും ഇടയ്ക്ക് 3 പ്ലേസ് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയേ, ജിയുടെയും എയുടെയും ഇടയ്ക്ക് 3 പ്ലേസ് കിടപ്പുണ്ട്. ആ പ്ലേസിൽ നമുക്ക് 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോ സി ബി ഡി എന്നോ അല്ലെങ്കിൽ ഡി ബി സി എന്നോ വരും. അപ്പൊ നമ്മളത് നോക്കിയിട്ട് എഴുതാം ആരെവിടെ വരും എന്ന് നമുക്ക് നോക്കാം. സി എവിടെ വരും എന്ന് നോക്കിയിട്ട് എഴുതാം. എഫ് സിറ്റ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ എഫ് ഉണ്ട്. അപ്പോ ജിയും ഇയുടെയും ഇടയ്ക്ക് എഫ് വന്നു. അത് നിങ്ങൾ അപ്പൊ തന്നെ എഴുതിക്കോ, എഫ് എഴുതി. ഇ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ്. അത് നമ്മൾ ഓൾറെഡി ഉണ്ട്, അപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല. ബി ഈസ് നോട്ട് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി. ജിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ബി ജിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. അത് അപ്പോഴും വരില്ല. നമ്മൾ പറഞ്ഞാലും ജി ബി ഇമ്മീഡിയറ്റ് നെയ്ബർ ആയിട്ട് വരില്ല. ഇനി നമുക്ക് സിയും ഡിയുടെയും കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. എച്ച് ഈസ് 6th ടു ദി റൈറ്റ് ഓഫ് സി. എച്ച് ഈസ് 6th ടു ദി റൈറ്റ് ഓഫ് ജി. എച്ച് ഈസ് 6th ടു ദി റൈറ്റ് ഓഫ് സി. സിയുടെ വലതുവശത്ത് 6ാമതാണ്, വലതുവശത്ത് പോണം. അപ്പോ എച്ച് അങ്ങേ വലത്തെ അറ്റത്ത് വരും. എച്ച് റൈറ്റ് എൻഡിൽ എച്ച് വരും. എ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സി വരും. പിന്നെ നമുക്ക് സിക്കും ഡിക്കും ഇടയ്ക്കാണ് ബി എന്ന് പറഞ്ഞു. അപ്പൊ ബി എഴുതാം, പിന്നെ ഡി എഴുതാം. അതോടുകൂടി സീറ്റിംഗ് അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് ആവും. മനസ്സിലായോ ഇല്ല? ഇനി ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, റെഡി ആയെങ്കിൽ ഞാൻ എൻ്റെ പ്രസന്റേഷൻ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. യെസ്, ഇവിടെ ഇതുപോലെ കിട്ടും. നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൃത്യമാണെങ്കിൽ ഇതുപോലെ കിട്ടും. മനസ്സിലായെങ്കിൽ ചോദിക്കാം, മനസ്സിലായില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ ചോദിക്കാം.
അറേഞ്ച്മെന്റ്സ് ഈ പറഞ്ഞ ഓർഡറിൽ കിട്ടും. നമ്മൾ ഡിസ്കസ് ചെയ്തും ഈ പാറ്റേണിൽ തന്നെയാണ്. ഇത് നോക്കി നിങ്ങൾ കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ ഇമ്പ്രൂവ് ഇല്ല. ഞാൻ നിങ്ങൾ എഴുതിയതിൽ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എഴുതിയപ്പോ ഇതുപോലെ ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കാം. ക്ലിയർ ആയോ? ചോദ്യത്തിലേക്ക് പോവാമോ നമുക്ക്? ക്വസ്റ്റ്യൻസിലേക്ക് പോവാലോ? പോവാം. Question number 51. Who among the following sit at the extreme ends of the line? Now you got the answer. Extreme endil ആരെ ഇരിക്കണേ? എ വെച്ചു. Okay. Good. Then 52 നോക്കാം. 52. Who among the following are immediate neighbors of E? E യുടെ immediate neighbors ആരൊക്കെയാ? F and H ആണ്. F and H. Then who among the following sit third to the left of G? G യുടെ ലെഫ്റ്റില് തേർഡ് C അല്ലേ? C. Next, who among the following sit second to the right of A? A യുടെ സെക്കൻഡ് റൈറ്റില്. അപ്പോഴും B അല്ലേ? C അല്ലല്ലോ, B അല്ലേ? സെക്കൻഡ് റൈറ്റ്. B. Then which of the following defines the position D? D യുടെ പൊസിഷനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാൻ. D യെ നമുക്ക് രണ്ട് തരത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് D യെ പറ്റി നോക്കാം. ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് F and G. F and G അത് തെറ്റാണ്. ഫോർത്ത് ടു ദി റൈറ്റ് ഓഫ് H അത് തെറ്റാണ്. Hന് റൈറ്റ് ഇല്ല. ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് G അത് തെറ്റാണ്. തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് E അത് ശരിയാ. തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് E ആണ് കറക്റ്റ് ചോയ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലേ? എന്തോ? യെസ്, ചോദിച്ചോ. ആരാ ചോദിച്ചേ? ധൈര്യമായിട്ട് ചോദിച്ചോ. എനിക്ക് നമുക്കറിയാലോ, നമ്മള് ഫിസിക്കൽ ക്ലാസ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ക്ലാസ് അല്ല. ഇത്തരം ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് നമുക്കിങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ. അപ്പോ നിങ്ങളുടെ എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ആരാ ചോദിച്ചേ? ഡൗട്ട് ഇല്ല? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സർക്കിൾ അറേഞ്ച്മെന്റ് നോക്കാം. 56 to 60 വായിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മള് ഒരു ഫ്ലോർ അറേഞ്ച്മെന്റ് ചെയ്തു, ഒരു സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റ് ചെയ്തു. നൗ യു ക്യാൻ ഡു സീറ്റിംഗ്. ഇതെല്ലാ പാറ്റേണും സിസാറ്റിൽ വരുന്നതാണ്. സിസാറ്റിൽ ഈ ടൈപ്പ് ഒക്കെ വരും. അപ്പോ 56 to 60 ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇനി ഒന്ന് ബിഗിൻ ചെയ്ത് നോക്കിയേ.
നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. തെറ്റൊക്കെ വന്നോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇനി അതനുസരിച്ചൊക്കെ നോക്കുക. ഡ്രോ എ സർക്കിൾ. പെട്ടെന്നൊരു സർക്കിൾ വരയ്ക്കുക. അത് നിങ്ങളിപ്പോൾ വരച്ചിട്ടുണ്ടാവും. ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദെൻ മാർക്ക് 8 പൊസിഷൻ. അത് എങ്ങനെ മാർക്ക് ചെയ്യാന്നാ പറയാം. ഒരു 12ന്റെ നമ്മൾ ക്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ 12 വരയ്ക്കൂലേ, മുകളിൽ 12ന്റെ ആ പൊസിഷനിൽ ഒരു വരയിടുക, അതിന്റെ ഓപ്പോസിറ്റ് ഒരു വരയിടുക. പിന്നെ 3, 9 ഇടുക. അപ്പോ 12, 6 അങ്ങനെയുള്ള പൊസിഷനിൽ ഒരു വര വരയ്ക്കുക. 3ഉം 9ഉം ഓരോ സീറ്റ് മാർക്ക് ചെയ്യുക. ഇനി ആ 12നും 3ക്കും ഇടയ്ക്ക് ഒരെണ്ണം മാർക്ക് ചെയ്യുക. എല്ലാത്തിന്റെ ഇടയിൽ ഓരോന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ 8 ഉണ്ടാവും. യു വിൽ ഗെറ്റ് 8. ഡ്രോ എ സർക്കിൾ ഫസ്റ്റ്, then put a place as in the case of 12 and 6, then 3 and 9, then place, mark a line all the places what we already marked. ഓൾറെഡി അപ്പൊ 8 ആയി കാണും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചു. ഇനിയാണ് ഇത്ര വരെയൊക്കെ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം. ഒരു സർക്കിൾ വരയ്ക്കാനും 8 പ്ലേസ് കറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് വന്ന വരെ മാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്ലീസ് ലിസൺ. നിങ്ങൾ എല്ലാവരും ഇമാജിൻ യു ആർ സിറ്റിംഗ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ എത്ര തരത്തിലിരിക്കാം?
നിങ്ങൾക്ക് എയ്തർ യു ക്യാൻ ഓൾ ഓഫ് യു ക്യാൻ ഫേസ് ദ സെന്റർ, ഈ നടുവിലേക്ക് നോക്കിയിട്ടിരിക്കാം, ഓർ യു ക്യാൻ സിറ്റ് ദി അതർ സൈഡ്, ഓ പുറത്തേക്ക് നോക്കിയിരിക്കാം. ഈ രണ്ട് പൊസിഷൻ പോസിബിൾ ആണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ ആയോ? ഒരു സർക്കിളിൽ എപ്പി ഇരിക്കുമ്പോഴും രണ്ട് തരത്തിലിരിക്കാം. ഒന്നുകിൽ സെന്ററിലേക്ക് നോക്കിയിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കാം. ജോവിൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി, ഓക്കെ. അപ്പോ സെന്ററിലേക്ക് നോക്കിയിരിക്കാം, പുറത്തേക്ക് നോക്കിയിരിക്കാം. ഇനി ഇവിടെ എല്ലാവരും സെന്ററിലേക്ക് നോക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെയും ഉണ്ട്. സെന്ററിലേക്ക് നോക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് സൈഡ് നോക്കി അറേഞ്ച് ചെയ്യാം. അപ്പോ ശ്രദ്ധിച്ചോ, നിങ്ങള് അറേഞ്ച് ചെയ്യുമ്പോ അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഞാൻ വായിച്ചിട്ട് പറയാം ആ കാര്യം. സി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. ബിയുടെ വലതുവശത്താണ് സി ഇരിക്കുന്നത്. ബിയുടെ വലതുവശത്താണ് സി ഇരിക്കും. വലതുവശത്ത് രണ്ടാമതാണ് സി ഇരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? ബിയുടെ വലതുവശത്ത്. അപ്പൊ നിങ്ങൾക്ക് ബി എവിടെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സി എ എഴുതാം. ശ്രദ്ധിച്ച്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയാൻ പോണത്. ശ്രദ്ധിച്ചോളണം. സെന്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളെ നിങ്ങൾ ആ സർക്കിളിന്റെ ഈ എന്താ പറയാ അതിന്റെ ലോവർ പാർട്ടിൽ എവിടെ വേണമെങ്കിലും എഴുതാം. ഇപ്പോ നിങ്ങൾ മുകളിൽ കൊണ്ട് എഴുതരുത്. മുകളിൽ കൊണ്ട് എഴുതിയാൽ തെറ്റിപ്പോകും. എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര again and again you will have to arrange. നമുക്ക് സിംഗിൾ അറേഞ്ച്മെന്റിൽ നമുക്ക് പോസിബിൾ ആവും. നിങ്ങൾ താഴെ എഴുതുക, ഏറ്റവും താഴെ എവിടെ എഴുതിയാലും കുഴപ്പമില്ല ബി എ. അപ്പൊ ഏറ്റവും താഴെ ആ 6 എന്ന് പറയുന്നിടത്ത് അങ്ങോട്ട് തുടങ്ങിക്കോ. നിങ്ങൾ 6 എന്നുള്ളിടത്തോ അതിന്റെ തൊട്ടടുത്ത് എവിടെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഒരാൾ എഴുതുന്നിടത്ത് തന്നെ മറ്റേ ആൾ എഴുതണം എന്ന് ഒരു നിർബന്ധമില്ല. എല്ലാവർക്കും റൈറ്റ് ആൻസർ കിട്ടും. ആ 6 എന്ന് എഴുതുന്നിടത്ത് ഒരാൾ ബി തുടങ്ങിയാലും 5 എന്ന് വന്നോടത്ത് ബി തുടങ്ങിയാലും അതിന്റെ ലെഫ്റ്റിൽ തുടങ്ങിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും ഒരേപോലെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോ നിങ്ങൾ ബി എഴുതുന്നിടത്ത് എഴുതി എന്ന് വിചാരിക്കൂ. 6ന്റെ അവിടെ ബി എഴുതിയാ? 6ന്റെ അവിടെ ബി എഴുതിയാ? ഹലോ? അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ 2 എണ്ണം മാറ്റി സി എഴുതിയേ. അതിന്റെ റൈറ്റ് സൈഡിൽ 2 എണ്ണം മാറ്റി സി എഴുതിയേ. അപ്പോ ബിയും സിയും ആയി. ഇനി നമുക്ക് ബി ഹൂ ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ജി. അപ്പോ ബിയുടെ തൊട്ടടുത്ത് ജി വരില്ല എന്ന് ഉറപ്പായി. എന്നാലും ജിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എഴുതണ്ട. ഡി സിറ്റ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എഫ്. ഡി ഇരിക്കുന്നത് എഫിന്റെ ഇടതുവശത്ത് രണ്ടാമതാണ്. അപ്പോ ഡിയുടെ വലതുവശത്ത് രണ്ടാമതാണ് എഫ് എന്നും നമുക്ക് പറയാം. എഫിന്റെ ഇടതുവശത്ത് രണ്ടാമതാണ് ഡി, ഡിയുടെ വലതുവശത്ത് രണ്ടാമതാണ് എഫ് എന്നും പറയാം. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ ഡി ഇടാം. അവിടെ ഒരു കുഴപ്പമില്ല. ആ സിക്കും ബിക്കും ഇടയ്ക്ക് ഒരു പ്ലേസ് കിടപ്പുണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ഡി വെച്ചോ. അപ്പോ അവിടെ ഡി വെച്ചാൽ സിയുടെ അപ്പുറത്ത് കൊണ്ടുപോയി എഫ് എഴുതാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായി. അപ്പൊ ബി ആയി, സി ആയി, ബിയുടെയും സിയുടെയും ഇടയ്ക്ക് ഡി ആയി. ദെൻ ആഫ്റ്റർ സി വി ക്യാൻ പ്ലേസ് എഫ്. അപ്പൊ ഇപ്പൊ നമ്മള് 4 പ്ലേസ് എഴുതി കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഡി സിറ്റ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എഫ്
ആൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എച്ച്. അപ്പോ എച്ചിന്റെ വലതുവശത്ത് മൂന്നാമതാണ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ബിയുടെ ലെഫ്റ്റിൽ രണ്ടാമത് കൊണ്ടുവന്ന് എച്ച് എഴുതിക്കോ. ബിയുടെ ലെഫ്റ്റില് ഒരു പ്ലേസും കഴിഞ്ഞ് ഒരു പ്ലേസ് ഇപ്പുറത്ത് മാറ്റി എച്ച് ഇട്ടാൽ എച്ചിന്റെ വലതുവശത്ത് 1, 2, 3 ഡി കറക്റ്റ് ആയിട്ട് വരും. അപ്പോ ഡിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവും. ഡി ക്ലിയർ ആവും. അപ്പോ ബി ആയി, സി ആയി, ഡി ആയി, എഫ് ആയി. നൗ വി പ്ലേസ് എച്ച്. എച്ചിനെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് എ ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് എയ്തർ എച്ച് ഓർ ഡി. എച്ചിനും ഡിക്കും അടുത്ത് എ ഇല്ല. അപ്പൊ പിന്നെ എക്ക് ആ എഫിന്റെ അടുത്ത പ്ലേസേ പറ്റുള്ളൂ. എഫിന്റെ തൊട്ടടുത്ത് എ വെക്കാം. എന്ന് പറഞ്ഞാൽ 12 എന്ന് പറയുന്ന പോലെയുള്ള സ്ഥാനം മാത്രമേ എനെ എഴുതാൻ പറ്റുള്ളൂ. ഇനി സി ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് എച്ച്. എച്ചിന്റെ അടുത്ത് സി വരില്ല എന്ന്. എച്ചിന്റെ അടുത്ത് സി വന്നിട്ടില്ല, നേരെ ഓപ്പോസിറ്റിലാ കിടക്കണേ. അപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് 2 പ്ലേസ് ഉണ്ട്. അതെവിടെ വരും എന്ന് നോക്കാം. ബി ഹു ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ജി. ജി നെയ്ബർ ഓഫ് ബി ഹു ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ജി. ബി ജിയുടെ അടുത്തല്ല, അപ്പൊ ജി ബിയുടെ അടുത്തല്ല. അപ്പൊ പിന്നെ നമുക്ക് ജീനെ വെക്കാൻ പറ്റി. എച്ചിനും എക്കും ഇടയ്ക്ക് ജി വെക്കാം. അതൊരു സ്ഥാനം മാത്രമേ പിന്നെ ഉള്ളൂ അവിടെ. പിന്നെ എച്ചിനും ബിക്കും ഇടയ്ക്ക് ഒരു പ്ലേസ് കിടപ്പുണ്ട്. ആ ആളെ പറ്റി ഈ ചോദ്യത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് ആരെ എഴുതാം? ആരെങ്കിലും പറഞ്ഞേ? ഇയെ പ്ലേസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എല്ലാ പ്ലേസ്മെന്റും ആയില്ലേ? ആയോ? ഇനി ഞാൻ എൻ്റെ അടുത്തുള്ള പിക്ചർ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. നിങ്ങൾ എഴുതിയപ്പോ ഇതുപോലെ കിട്ടിയോന്ന് നോക്കാം. ദേ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ എഴുതിയിട്ടേക്കണ കണ്ടോ? ഞാൻ എഴുതിയിട്ടേക്കണോടത്ത് അല്പം പ്ലേസ് മാറിയാ കിടക്കണം. ഈ ഓർഡറിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഈ ബിയുടെ, നിങ്ങൾ ബി വെച്ചാണ് തുടങ്ങിയത്. നിങ്ങൾ ബിയുടെ വലതുവശത്തേക്ക് നോക്കുക, എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കാം. ഇവിടെ ഈ പിക്ചർ ഞാൻ പെട്ടെന്ന് വരച്ചിട്ടപ്പോ എനിക്കേത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചപ്പോ ഞാൻ ഈ ബി വെച്ച് താഴെ തുടങ്ങാനാ പറഞ്ഞത്. അപ്പോ നിങ്ങൾ ബിയിൽ നിന്ന് വലത്തോട്ട്, ബി കഴിഞ്ഞ ഡി, സി, ഈ ഓർഡർ ആണോ എന്ന് നോക്കിയാൽ മതി. ഈ ഓർഡറിലാണോ? ബിയുടെ വലതുവശത്ത് ഡി, സി, എഫ്, എ, ജി, എച്ച്, ഇ വരെ ഈ ഓർഡറിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. റൊട്ടേഷൻ നിങ്ങൾ സംശയിക്കണ്ട, ഞാൻ പറഞ്ഞു തന്ന പോലെ എഴുതിയാൽ മതി. കിട്ടിയാ? ഈ ഓർഡറിലാണോ? ഞാനിതിനി അതൊന്ന് ടേൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ടേൺ ചെയ്യിപ്പിക്കാം കേട്ടോ. ടേൺ ചെയ്തപ്പോ ഈ ഓർഡറിലായിരിക്കും നിങ്ങളുടെ. ഞാനിപ്പോ ടേൺ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ റൊട്ടേറ്റ് ചെയ്തു പിക്ചർ. അപ്പോ ഈ ഓർഡറിലല്ലേ? ഈ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയി കാണും. ഇല്ല, ഈ ഓർഡറിലാണോ എന്ന് നോക്കുക. ഏറ്റവും താഴെ ബി വരും, പിന്നെ ഡി, പിന്നെ സി. ഈ ഓർഡറിൽ നിങ്ങളുടെ എഴുതിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ ഇല്ല? എനിക്ക് അതാണ് അറിയില്ല. ക്ലിയർ ആയോ? ക്ലിയർ സാർ. ഓക്കെ. ബാക്കി എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഇതിപ്പോ
എനിക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കുറെ കൂടി ടഫ് ഏരിയയിലേക്ക് പോവാം. ഇത് ക്ലിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ ഓർ അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ യു ഹാവ് പ്രാക്ടീസ്ഡ്. ഈ ഓർഡറിൽ കിട്ടിയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ചോദ്യം ഓരോന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? 56. Who among the following sit third to the right of E? ഇയുടെ വലതുവശത്ത് മൂന്നാമത് ആരാണ്? ഇയുടെ വലതുവശത്ത് മൂന്നാമത് ആരാണ്? പറഞ്ഞോ. സി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതുപോലെ അറേഞ്ച് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും തീരും. ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ബിറ്റ്വീൻ എച്ച് ആൻഡ് സി? എച്ചിനും സിക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും റൈറ്റ് സൈഡിലും ഉണ്ടാവും കേട്ടോ, നോക്കണം. അതിവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോ ലെഫ്റ്റ് സൈഡിൽ 3 ഉണ്ട്, റൈറ്റ് സൈഡിൽ 3 ഉണ്ട്. അപ്പൊ ഇവിടെ കുഴപ്പമില്ല. 3 എന്ന് കിട്ടും അല്ലേ? 3 എന്നല്ലേ കിട്ടണേ? ഇപ്പൊ ചിലപ്പോ ഒരു വശത്ത് 2ഉം ചിലപ്പോ ഒരു വശത്ത് 4ഉം ആയിരിക്കും. അപ്പൊ ആൻസർ ചോയ്സിൽ നോക്കണം ഏതാ ഉള്ളതെന്ന്. അപ്പൊ ഇവിടെ 3 കറക്റ്റാ. 58. നെക്സ്റ്റ്. In which of the following pairs is the first person sitting between the second and the third person? First person സെക്കൻഡും തേർഡിന്റെ ഇടയ്ക്കുള്ളത് BDE. BDE അത് ശരിയാണല്ലോ. ആ ബി എന്ന് പറയുന്ന ആള് ഡിക്കും ഇക്കും ഇടയ്ക്കാണ്. അപ്പൊ ഒന്നാമത്തെ തന്നെ കറക്റ്റാ. ഫസ്റ്റ് പേഴ്സൺ ഇരിക്കണത് പിന്നത്തെ രണ്ടുപേരുടെ ഇടയ്ക്കായിരിക്കണം. നോക്കിയേ, ബി ഡിയുടെയും ഇയുടെയും ഇടയ്ക്കാണ്. അപ്പോ ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 59. Who among the following is the immediate neighbor of H and A? എച്ചിന്റെയും എയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാ? ജി. ഓക്കെ. അടുത്തത്, which of the following statement are true? A sit third to the right of D. ഡിയുടെ വലതുവശത്ത് മൂന്നാമതാണ്. അത് ശരിയല്ലേ? ഡിയുടെ വലതുവശത്ത് മൂന്നാമത് എ. അപ്പൊ ഒന്നാമത്തെ ശരിയാ. നീ ബാക്കി വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി. ജി ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എ. അത് തെറ്റാ. ബി സിറ്റ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. അത് തെറ്റാ. അത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. നൺ ഈസ് ട്രൂ, നൺ ഓഫ് ദീസ്. അപ്പോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. അപ്പോ ഒന്ന് നോക്കുക ബാക്കിയുള്ളത്. അപ്പോ ഒന്നാമത്തെ ശരിയാ. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഇത്തരത്തിലുള്ള ഈ അറേഞ്ച്മെന്റ്സ് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ഇത് ചെയ്യൂല്ല. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യോ? ട്രൈ. ഇപ്പോ ഞാനൊരു ഇവാലുവേഷൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഈ 3 സെറ്റും ചെയ്തപ്പോ ഫസ്റ്റ് സ്റ്റേജില് നിങ്ങൾക്ക് അറേഞ്ച്മെന്റ് ശരിയായിരുന്നു? അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു സെഷനാണ്. അപ്പൊ നിങ്ങൾ വളരെ ഫ്രീ ആണ്, ഓപ്പൺ ആണെങ്കിൽ നമുക്ക്
എനിക്ക് എളുപ്പമായിരിക്കും കാര്യം. ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ചോദിക്കണോ? ജോവിൻ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ സർക്കിൾ വന്നപ്പോ കുറച്ച് പാടായിപ്പോയി. ഓക്കെ. ഈ നമുക്ക് മറ്റു രണ്ടും ശരിയായിരുന്നു അല്ലെ? കുഴപ്പമുണ്ടായില്ല, അത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് പ്രശ്നം വന്നില്ല. ഓക്കെ, പ്രശ്നം വന്നില്ല. ഓക്കെ. സർക്കിൾ വന്നപ്പോ കുറച്ച് കുഴപ്പമായി അല്ലേ? അതെ, അത് ഇൻവേർട്ടഡ് ആയിരുന്നല്ലോ. ഇനി സർക്കിളിന് ഇനിയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോ ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഇതുപോലെ ആളുകളുടെ പേര് പറയും, പിന്നെ ദർ ലൈക്സ് ഡിസ്ലൈക്സ് ഒക്കെ പറയും, ഓരോരുത്തർക്ക് ഇന്ന കളറാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെയുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ വരും. അപ്പൊ കുറച്ചുകൂടി ടൈറ്റ് ആവും അത്. അപ്പൊ സർക്കിൾ നമ്മൾ കുറച്ചുകൂടി, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? ഈ ജോവിൻ പറഞ്ഞതിനോടാണോ അതോ ആദ്യത്തെ രണ്ടും ഇത് സർക്കിൾ ബുദ്ധിമുട്ട് പോലെ തന്നെ ആദ്യത്തെ രണ്ടും ബുദ്ധിമുട്ടായിരുന്നോ? ബാക്കിയുള്ളവരും അൺമ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് അറിയണം, അല്ലെങ്കിൽ മിക്കവാറും പേരുടെയും ഒക്കെ. നിങ്ങൾ സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. എന്തോ? ആദ്യത്തെ രണ്ടും കുഴപ്പമില്ല, സർക്കിളിന്റെ വന്നപ്പോ തിരിഞ്ഞുപോയി. പ്രശ്നമായി പോയി അല്ലേ? ഓക്കെ. അപ്പൊ അതെല്ലാവർക്കും അങ്ങനെ ആയിപ്പോയി. സർക്കിൾ വന്നപ്പോ ഒരു പ്രശ്നമായി. ഈ സ്ട്രെയിറ്റ് ലൈൻ വളരെ എളുപ്പമാണ്, മനസ്സിലായോ? നിങ്ങള് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഒരു നല്ല ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത സർക്കിളാണ്. അപ്പൊ നമുക്ക് ആ ടൈപ്പ് നമുക്ക് കുറച്ചുകൂടി നോക്കാം. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഈ സർക്കിളിൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്താ? ലാംഗ്വേജ് ആണോ പ്രശ്നം ഉണ്ടാക്കിയത്, അതെയോ ഡയറക്ഷൻ ആണോ? ഡയറക്ഷൻ ആണ് കൂടുതലും കുഴപ്പമുണ്ടാക്കിയത് അല്ലേ? ലെഫ്റ്റ് റൈറ്റ് തേർഡ് വൺ ഫോർത്ത് വൺ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. ഓക്കെ. അപ്പോഴും നിങ്ങൾ ഐ ബിലീവ് ആ ഒരു പ്രശ്നം തന്നെ ലെഫ്റ്റ് റൈറ്റും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വൈകണത് ലാംഗ്വേജിന്റെ ഒരു പ്ലേ ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഇത്തരം ചോദ്യങ്ങൾ വായിച്ചൊക്കെ നോക്കണം. അതൊരു കാര്യം. എന്തോ? ഇപ്പൊ ഈ സർക്കിളിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാറ്റിയിട്ട് പിന്നെ അത് സർക്കിളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഒരു മിനിറ്റ്, എന്റെ ലാപ്പൊന്ന് ബാറ്ററി ഡൗൺ ആയി. ഈ സർക്കിളിനെ നമ്മള് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, കൺവേർട്ട് ചെയ്താൽ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ എക്സ്ട്രീം എൻഡുകൾക്ക് ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ സർക്കിളിലാണെങ്കിൽ എങ്ങനെ? എല്ലാവർക്കും എപ്പോഴും റൈറ്റും ലെഫ്റ്റും റൈറ്റും ഉണ്ട് അല്ലേ? പിന്നെ ഈ സർക്കിളിന് വേറൊരു കാര്യം കൂടി വരും. എപ്പോഴും ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ ഉണ്ടാവും ഇല്ലേ സർക്കിളിൽ? ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൂ. എയുടെ ഓപ്പോസിറ്റ് ആരാ, ബിയുടെ ഓപ്പോസിറ്റ് ആരാ, അങ്ങനെയൊന്നും ചോദിച്ചില്ല. പക്ഷെ സർക്കിളിൽ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? ശരിയാണ് സർ. അതുകൊണ്ട് നമുക്ക് സർക്കിൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സർക്കിളിൽ ഇനിയും ടഫായിട്ട് വരും. സർക്കിളിൽ ഇത് സിമ്പിൾ ആണ്. ഞാൻ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ചോദ്യം പറഞ്ഞു എന്നുള്ളൂ. നമ്മളൊരു സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് എത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി ടഫായിരിക്കും സർക്കിൾ. അപ്പോ കൂടുതൽ സർക്കിളിന് ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കിയാൽ നമ്മൾ തെറ്റിച്ച് കളയും കേട്ടോ. മനസ്സിലായോ? ഓക്കെ സർ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട, അത് നടക്കണ കാര്യമല്ല. ഈ ഷേപ്പിൽ തന്നെ ചെയ്യണം. ഡു മോർ
examples, do more practice, and make certain analysis. ഇത്രയാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ നോക്കാം, അതിൽ കൂടുതൽ പ്രോബ്ലം ഞാൻ തരാൻ നോക്കാം. നിങ്ങൾ വീട്ടിലിരുന്നും ഫ്രീ ആയിട്ടൊക്കെ ഞാൻ നമുക്ക് സ്റ്റാർസിലേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ചെയ്ത് പഠിക്കാനായിട്ട്. അതായിരിക്കും ഇതിനൊരു സൊല്യൂഷൻ. ഇത് തന്നെ നമുക്ക് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റില്ല. നമുക്ക് എന്നാ ഞാൻ കുറെ പ്രോബ്ലം തരാൻ നോക്കാം, എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് ചോദ്യം തന്നിട്ട് പിന്നീട് അതിന്റെ കീ തരാൻ നോക്കാം. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്ത് വെച്ച് കമ്പയർ ചെയ്തൊക്കെ നോക്കാം. അതായിരിക്കും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്നാ പറയുന്നു? ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലം ചെയ്യാം നമുക്ക് ടൈം കിട്ടുമ്പോൾ. കാരണം ഈ ഏരിയ കൂടുതൽ ടഫ് ആക്കണ ഒരു ഏരിയ ആണ്. അപ്പോ കോമൺ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയും. ഇതിനെ പല പല പേരിൽ അറിയും. പക്ഷെ ഈ ടൈപ്പ് ചോദ്യം എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാവും. അപ്പോ ഞാൻ നോക്കട്ടെ, ഈ ഹാൻഡ് ഔട്ടിൽ തന്നെ വേറെ ഈ ടൈപ്പ് ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ഇപ്പൊ തന്നെ നോക്കാം. ഇനി വേറെ സർക്കിൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഇനിയിപ്പോ ഈ സെറ്റിലില്ല. ഞാൻ വേറെ സെറ്റ് നിങ്ങൾക്ക് ഒരെണ്ണം ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തരാൻ നോക്കാം. അപ്പോ എന്തെങ്കിലും ഒരു വഴി ഒരു ആക്ടിവിറ്റി നോക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. നിങ്ങൾക്ക് എങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് വേണം? ബ്രേക്ക് വേണം. ഇനിയിപ്പോ നമുക്ക് 5 മണിക്ക് ഇപ്പൊ 4:20 കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രേക്ക് ചെയ്ത ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും. ഇനി ബ്രേക്ക് വേണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ബ്രേക്ക് വേണമെങ്കിൽ തരാം, 5 മിനിറ്റ് തരണമെങ്കിൽ തരാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ രാവിലെ ഓൺലൈൻ തന്നെയായിരുന്നോ ക്ലാസ്? ഓൺലൈൻ തന്നെയായിരുന്നോ? അതെ സർ. നിങ്ങൾ ഫ്രീ ആയിട്ട് പറഞ്ഞു, കംഫർട്ടബിൾ ആയിട്ട് പറഞ്ഞു 5 മിനിറ്റ് ബ്രേക്ക് വേണോ? നിങ്ങൾ പറയണം. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഹലോ, എന്റെ ആരും ഒന്നും മിണ്ടാത്തെ? ജോവിൻ, സാധാരണ ബ്രേക്ക് ഉണ്ടാവാറില്ല സാർ. ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ നമുക്ക് നോ പ്രോബ്ലം, വി ക്യാൻ കണ്ടിന്യൂ. യെസ്, ഞാൻ ആ ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടാ. ഈ 2 മണിക്കൂർ ആകുമ്പോൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ സമയം നമുക്ക് പോവും, നഷ്ടപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ചോദ്യമുണ്ട്. അത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ല, പക്ഷെ ലിറ്റിൽ ബിറ്റ് സിമിലർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 64 and 65 ഒന്ന് നോക്കിയേ. 64 and 65.
ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്തതനുസരിച്ച് നിങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. Among 5 friends PQRST, each bought a shirt of a different price. P paid more than both T and R. Only Q paid more than S. R did not pay the minimum amount. R paid ₹2,000 for the shirt. This can be arranged in 2 ways. One, we can use greater than or less than symbol like that. നമുക്ക് ഈ greater than less than symbol ഉപയോഗിക്കാം, ഒരു മെക്കാനിസം. Or we can draw straight line. നമുക്ക് എന്താ പറയാ, വെർട്ടിക്കൽ ആയിട്ട് ലൈൻസ് വരച്ച് നോക്കാം. ഈ 2 തരത്തിലും ഇതിന് ഉത്തരം കാണാം. കാരണം ഇവിടെ ഓരോരുത്തരും കൊടുത്ത the actual price of shirts, the actual amount paid by different person for different shirt is not given. നമുക്ക് തന്നിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരാളുടെ only 1% പ്രൈസ് മാത്രമേ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ എങ്ങനെ ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ കാണിക്കാം. നോക്കിയേ, P paid more than both T and R. ഈ ടിയും ആറും ഒരു 2 ലൈൻ വരയ്ക്കുക. പക്ഷെ അത് ആരാണ് കൂടുതൽ കുറവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പിന്നെ ശരിയാക്കാം. അതിലും കൂടുതൽ പി കൊടുത്തു എന്നർത്ഥം. അപ്പൊ പിക്ക് കുറച്ച് വലിയ ഉയരം കൂടിയ ലൈൻ വരയ്ക്കുക. ടിയും ആറും കുറച്ച് പൊക്കം കുറച്ച് വരയ്ക്കുക. ഒരു വഴി. Only Q paid more than S. എസിനേക്കാൾ കൂടുതൽ കൊടുത്തത് Q മാത്രമേ ഉള്ളൂ. അപ്പോ Q ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊടുത്തത്. ഏറ്റവും Q കൊടുത്തത് Q വരച്ചു. അത് കഴിഞ്ഞിട്ട് S വരയ്ക്കാം. കാരണം വെച്ചാൽ Q paid more than S. R did not pay the minimum amount. R അല്ല മിനിമം കൊടുത്തേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ T ആയിരിക്കും.
കാരണം ടിയും ആറും കഴിഞ്ഞിൽ കൂടുതലാണ് പി എന്ന് പറഞ്ഞു. അപ്പോ ഏറ്റവും കുറവ് കൊടുത്തത് ടി ആയിരിക്കും. ഏറ്റവും പൊക്കം കുറഞ്ഞ ലൈൻ ടിക്ക്, അത് കഴിഞ്ഞ് 6, അത് കഴിഞ്ഞ് പൊക്കം കൂടുതൽ പി, പിന്നത്തെ പൊക്കം കൂടുതൽ എസ്. കാരണം ഒൺലി ക്യൂ പെയ്ഡ് മോർ ദാൻ എസ്. എസിനേക്കാൾ കൂടുതൽ ക്യൂ മാത്രമാണ് കൊടുത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ കൊടുത്തത് ക്യൂ. അപ്പൊ ഓർഡർ എങ്ങനെ വരും? ഏറ്റവും കൂടുതൽ ക്യൂ വന്നു, പിന്നെ എസ് വന്നു, പിന്നെ പി വന്നു, പിന്നെ ആർ വന്നു, പിന്നെ ടി വന്നു. അപ്പൊ 5 പേരുമായി. ഇനി നമ്മളോട് പറഞ്ഞത് ആറിന്റെ ഷർട്ടിന്റെ വില 2000 ആണ്. അത്രയും വിവരം നമുക്കുണ്ട്. ഇനി ഞാനൊന്ന് പ്രസന്റേഷൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഇങ്ങനെ ലൈൻ വരയ്ക്കാനാ. ഒരു ചെറിയ ലൈൻ, കുറച്ചുകൂടി കൂടിയ ലൈൻ, കുറെ കൂടി ഉയരം കൂടിയ ലൈൻ, കുറെ കൂടി ഉയരം. ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടാ വെച്ചേക്കണം. അപ്പൊ ഇങ്ങനെയും ആവാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കിട്ടി. ഏറ്റവും കുറവ് ടി, അതിൽ കൂടുതൽ ആർ, അതിൽ കൂടുതൽ പി, അതിൽ കൂടുതൽ എസ്, അതിൽ കൂടുതൽ ക്യൂ. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് വരച്ച് ചെയ്യാം. ഇതൊരു ചെറിയ പൊക്കം, ഇത് കുറച്ചുകൂടി കൂടുതൽ, ഇത് കുറെ കൂടി കൂടുതൽ, ഇത് കുറെ കൂടി കൂടുതൽ, ഇത് ഏറ്റവും കൂടുതൽ എസ്. ഇതുപോലെ മാനേജ് ചെയ്യാം. ഇനി ചോദ്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ചോദ്യം എന്താന്ന് നോക്കാം. ഒരു മിനിറ്റ്. ചോദ്യം എന്താണ്? ഹു എമംഗ് ദി ഫോളോയിങ് പെയ്ഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് എമൗണ്ട്? സെക്കൻഡ് ഹയസ്റ്റ് കൊടുത്ത ആളാരായിരിക്കും? പറഞ്ഞേ. സെക്കൻഡ് ഹയസ്റ്റ് കൊടുത്തത് ജോയിൻ ആറാണോ? തെറ്റിക്കരുത്. യെസ്, സെക്കൻഡ് ലോവസ്റ്റ് അല്ല ചോദ്യം, സെക്കൻഡ് ഹയസ്റ്റ്. അപ്പൊ ആരാണ്? ക്യൂ കഴിഞ്ഞ് എസ് ആണ് സെക്കൻഡ് കൊടുത്തത്. അടുത്തത്, ഹു എമംഗ് ദി ഫോളോയിങ് പോസിബിളി പെയ്ഡ് 1500? 1500 കൊടുക്കാൻ സാധ്യതയുള്ളത് ആരാണ്? അതാരായിരിക്കും? ടി. ക്ലിയർ ആയി? ഓക്കെ. കാരണം 1500 ആണോന്ന് അറിയില്ല. 1500-ന് സാധ്യതയുള്ളത് അത് ടിക്കായിരിക്കും. ക്ലിയർ ആയോ? ഇത് കുറച്ച് കംഫർട്ടബിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ഈസി ആയിട്ട് ചെയ്യാവുന്ന ചോദ്യമായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 46 to 50, 46 മുതൽ 50 വരെയുള്ളത് വായിച്ചു നോക്കണം. ആദ്യം ഇൻഫോർമേഷൻ വായിച്ചു നോക്കുക, ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കുക. ഇത് നന്നായി ഫോക്കസ് ചെയ്താലേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. കോഡിംഗ് ഡീകോഡിംഗ് അനാലിസിസ് ആണ്. ഇൻസ്ട്രക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഇൻസ്ട്രക്ഷൻ നിങ്ങൾ തന്ന നിർദ്ദേശം അനുസരിച്ച് സിമ്പിൾ നോക്കി ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഇനി
see the numbers or symbols and their corresponding letters. ഇവിടെ ഈ സിംബലുകൾക്ക് കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇനി യു ഹാവ് ടു റീഡ് ദ കണ്ടീഷൻസ് ആൻഡ് അനലൈസ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കുക. ഇത് പ്യുവർലി ഒരു ലാംഗ്വേജ് സാധനമാണ്. ഇവിടെ ഒരു ബേസിക് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഭാഷ മാത്രമാണ് ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. നന്നായിട്ട് ഭാഷ അറിയാവുന്നവർ ഇത് കറക്റ്റ് ചെയ്യും. നിങ്ങളോട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗിവൻ ഈസ് 8 ഹാഷ്. കുറച്ചുകൂടി വലുതാക്കണമായിരിക്കും അല്ലേ? കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് തരാം. യെസ്,
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം വാട്ട് വി വാണ്ട് ടു ഡു ഫസ്റ്റ് ഈസ് see this numbers and symbols belongs to which condition. ഇത് ഏത് നിയമത്തിൽ വരും എന്ന് ആദ്യം നോക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ്? ഈ ഫസ്റ്റ് എലമെന്റ് ഈസ് ആൻ ഓഡ് നമ്പർ, ഹിയർ ഫസ്റ്റ് എലമെന്റ് ഈസ് ആൻ ഈവൻ നമ്പർ ആണ്. അപ്പൊ ഫസ്റ്റ് റൂൾ അല്ല. സെക്കൻഡ് റൂള്, ഇഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ആർ സിംബൽസ്, ഫസ്റ്റും ലാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അപ്പൊ അതുമല്ല. അപ്പൊ പിന്നെ തേർഡ് റൂൾ ആണ്, ഇഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ആർ ഈവൻ നമ്പേഴ്സ്, രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ്, ബോത്ത് ആർ കോഡഡ് ആസ് ദി കോഡ് ഫോർ ദ തേർഡ് എലമെന്റ്. തേർഡ് എലമെന്റിന്റെ കോഡ് ആയിരിക്കണം അതിന് രണ്ടിനും. അപ്പൊ തേർഡ് എലമെന്റ് 3 ആണ്, 3യുടെ കോഡ് ബി ആണ്. അപ്പൊ ബി ആദ്യം വന്നം, അവസാനം വന്നം, മൂന്നാമതും വന്നം. ആദ്യം വന്നം, അവസാനം വന്നം, മൂന്നാമത് വന്നം. ഈ രണ്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്, രണ്ടിൽ അങ്ങനെയുണ്ട്, 3-ൽ അങ്ങനെയില്ല, 4-ല് ആദ്യം അവസാനം ഉണ്ട് പക്ഷെ മൂന്നാമതില്ല. അപ്പൊ സോ ദി ആൻസർ ഈസ് 2. ബാക്കിയൊക്കെ ശരിയായിരിക്കും, നിങ്ങളും ചെക്ക് ചെയ്തേരെ. അപ്പോ ആദ്യത്തെ ബി വന്നു, മൂന്നാമത് തേർഡ് ബി വന്നു, ലാസ്റ്റ് ബി വന്നു. ഇനി സെക്കൻഡ് ഹാഷിന്റെ കോഡ് 6, അതിവിടെ 6 ആണ്, കുഴപ്പമില്ല. ഇനി എസിന്റെ കോഡ് ക്യൂ, അപ്പൊ ക്യൂ വന്നു, ഓക്കെ, ക്ലിയർ ആണ്. 5ന്റെ കോഡ് എസ് ആണ്, അതും വന്നു. അപ്പോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. എളുപ്പത്തിൽ കണ്ട വിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, എല്ലാം പകർത്താൻ നിൽക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഇനി 47 ഏത് റൂളിൽ വരും, ഏത് നിയമത്തിൽ വരും എന്ന് ആദ്യം നോക്കണം. അതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഫസ്റ്റും ലാസ്റ്റും സിമ്പിൾസ് ആണെങ്കിൽ അപ്പോ സെക്കൻഡ് റൂളിൽ വരാനാണ് സാധ്യത. സെക്കൻഡ് റൂള്, റൂൾ 2 ആയിരിക്കും ആപ്ലിക്കബിൾ, റൂൾ 2. അപ്പൊ എങ്ങനെ വേണം? then their codes are to be interchanged. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. അപ്പോ ആൻഡ് എന്നുള്ളതിന് ടിയും @ എമ്മും ആണ്. അപ്പൊ എമ്മും ടിയും ആയിട്ട് മാറ്റണം, എമ്മും ടിയും. അപ്പൊ ആദ്യം എമ്മും ടിയും 1-ലും അങ്ങനെയുണ്ട്, 3-ലും അങ്ങനെയുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം അതിലേതാണെന്ന്. അത് ഇന്റർചേഞ്ച് ചെയ്തു. പിന്നെ 6ന്റെ കോഡ്, 6ന്റെ കോഡ് വരുമ്പോ ജി, അപ്പൊ രണ്ടാമത് ജി വന്നം, എമ്മും ടിയും, ഇവിടെ എമ്മും ടിയും, ഇവിടെ രണ്ടാമത് ജി, രണ്ട് സ്ഥലത്തും രണ്ടാമത് ജിയാ. ഇനി മൂന്നാമത് 9 ഡി, ഇവിടെ ഡി, രണ്ട് സ്ഥലത്തും ഡിയാ. ഇനി നാലാമത് കോപ്പി റൈറ്റ് ജെ, അപ്പൊ ഇവിടെ ജെ ആണ്, 1-ല് ജെ അല്ല. അപ്പോ 3 ബാക്കി ഒന്ന് ചെക്ക് ചെയ്താൽ 3 തന്നെയായിരിക്കും. ഇനി 2ന്റെ കോഡ് പി ആണ്, പി തന്നെയാണ്. അപ്പൊ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 48 first, if the first element is an odd number, first odd number, then the fourth element is to be അപ്പൊ റൂള് 1 വേണ്ടി വരും അവിടെ. റൂള് 1, 1 ഓഡ് നമ്പർ ആണ്. അപ്പൊ എങ്ങനെ കോഡ് ചെയ്യണം? is odd number, then the fourth element is to be coded as the code for the odd number. ഫോർത്ത് എലമെന്റിനും അത് തന്നെ ഇടണം. അപ്പൊ 3യുടെ കോഡ് ബി ആണ്. അപ്പൊ ആദ്യവും ബി വേണം, നാലാമതും ബി വേണം. ഒന്നാമത്തേതിൽ അങ്ങനെയുണ്ട്.
2 അങ്ങനെയില്ല, 3 അങ്ങനെയില്ല, 4 അങ്ങനെയുണ്ട്. അപ്പൊ 1 അല്ലെങ്കിൽ 4 ആയിരിക്കും ആൻസർ. അപ്പോ നമുക്ക് 1 ആണോ 4 ആണോ എന്ന് നോക്കാം. 3B വന്നു, 4th B വന്നു. ഇനി @ എന്ന് പറഞ്ഞാൽ M വന്നു. അപ്പൊ 2ലും M ആണ്. 6 എന്ന് പറഞ്ഞാൽ G ആണ്. ഇവിടെ G വന്നു. 3-ലും 4ലും G വന്നു. ഇനി 5-മത്തെ ഹാഷ് എന്ന് പറഞ്ഞാൽ R. അപ്പൊ അത് 1ലാണ്, 4ലും R തന്നെയാണ്. അപ്പൊ ഇനി 2ന്റെ കോഡ് P. അപ്പോ 1 ആണ്. നമ്മൾ ഒരു കാര്യം നേരത്തെ നോക്കിയെങ്കിൽ കിട്ടിയാണ്, ഈ B 2 സ്ഥലത്ത് മതി, 3-മത് വേണ്ട. ഇവിടെ ലാസ്റ്റ് B ഉണ്ട്, അപ്പൊ 4 വരില്ല എന്ന് നേരത്തെ അറിയാമായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല. സോ ദി ആൻസർ ഈസ് 1. ആൻസർ ഈസ് 1. ഇനി 49. ഫസ്റ്റ് എലമെന്റ് ഓഡ് നമ്പറാ. അപ്പോ 1ും 4th ഒരുപോലെ തന്നെ വരണം. 9ന്റെ കോഡ് D. അപ്പോ ഇവിടെ D വന്നു, 1ും 4th D. ഇവിടെ D, 1ും 4th D. ഇവിടെയും D, 1ും 4th D. 3 എണ്ണത്തിൽ 1ും 4th D ആ. അപ്പൊ ഇനി then @ M. അപ്പൊ D കഴിഞ്ഞു, M വന്നു, 3B വന്നു, then %N വന്നു. അല്ല, പെർസെന്റേജിന് വേണ്ട, D തന്നെ വന്നല്ലോ. ഇനി 2 എന്ന് പറഞ്ഞാൽ P വന്നു, ഹാഷ് എന്ന് പറഞ്ഞാൽ R വരും. അപ്പൊ 4th വൺ ആൻസർ. 4-മത്തെ ചോയ്സ് ആണ് ആൻസർ. 4th വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 50-മത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 50. 50ക്ക് ആദ്യത്തെ ഈവൻ നമ്പർ ആണ്. അപ്പോ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈവൺ അല്ല. അപ്പോ 50 ഒരു റൂളിലും വരില്ല. 50 ഈ 3 റൂൾസിലും വരുന്ന ചോദ്യമല്ല. അപ്പൊ നിങ്ങൾ സിംപിളി കോപ്പി ചെയ്ത് വെച്ചാൽ മതി. 4ന്റെ ആൻസർ A. അപ്പൊ ആൻസർ A വരും. പിന്നെ @ M വരും, ഹാഷ് R വരും, 9D വരും, ആൻഡ് എന്നുള്ളതിന് T വരും, T. 5ന് S വരും. അപ്പൊ ആൻസർ AMRDTS. Third one is the answer. Third one is the answer. Yes. ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ക്ലിയർ ചെയ്തോ? എല്ലാം ചെയ്തു കഴിഞ്ഞോ? എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ക്ലിയർ ആയോ? ഹലോ. അപ്പൊ എനിക്ക് അടുത്തത് അറിയേണ്ട കാര്യം, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക്
കംഫർട്ടബിൾ ആയിരുന്നോ, യൂസ്ഫുൾ ആയിരുന്നോ, ആദ്യം ഇതിന്റെ ലെവല് മാറ്റേണ്ടതുണ്ടോ, കൂടുതൽ ലെവലിലേക്ക് പോവാമോ, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇനി ഒരു സെഷൻ വരുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ മുൻപ് ഒരു പരിചയമില്ല. നിങ്ങളുടെ ലെവൽ ഓഫ് പ്രാക്ടീസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് പോസിബിൾ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്ന് മാത്രം. ഹൗ ഡു യു ഫീൽ ഇറ്റ്? നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ കാര്യം? അത് നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമുക്ക് വേണ്ട മാറ്റമൊക്കെ വരുത്താം. എനിക്ക് നിങ്ങളുടെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു കമന്റ് കേട്ടാ കൊള്ളാം, കുറച്ചു പേരുടെ. കംഫർട്ടബിൾ ആണ്. എന്തോ കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ ആണ്. ഈ ഇതിനേക്കാളും ടഫ് ആക്കണോ ചോദ്യം ഉടനെ തന്നെ? അത് ഈ ലെവലിൽ കുറെ കൂടി പ്രാക്ടീസ് വേണോ? കാരണം ആക്ച്വൽ എക്സാം കുറച്ചുകൂടി ടഫ് ആയിരിക്കും, കുറച്ചുകൂടി ഹയർ സ്റ്റേജിൽ പോകും. അപ്പൊ നമുക്ക് ഹയർ സ്റ്റേജിലേക്ക് പോകണം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണോ, അത് ഈ ലെവൽ കുറെ കൂടി ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഹയർ ലെവലിൽ പോയാൽ മതിയോ? ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്. നമുക്ക് വി വാണ്ട് ടു ഡിസ്കസ് മെനി ടോപ്പിക്സ്. കാരണം ബിക്കോസ് റീസണിങ്ങിൽ വി ഗെറ്റ് ആൽഫാബറ്റ് ബേസ്ഡ് റീസണിങ്, അരിത്തമാറ്റിക് റീസണിങ്, then syllogism is another part, then coding, decoding, analogies, then questions based on blood relation or family relation, direction test. All these are part of CSAT. We want to discuss all the topics. Then എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാതിരിക്കാം. അതായിരിക്കും നമുക്ക് വേണ്ട. ഞാൻ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിന് ആരോടെങ്കിലും അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ പോലെ ചെയ്യാം. എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നിങ്ങൾ എൻ്റെ ഈ ഇന്നത്തെ ക്ലാസ് വെതർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? ഇനി അതാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവാതെ പോയോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. നിങ്ങൾക്ക് ബേസിക്കലി യൂസ്ഫുൾ ആയിരുന്നോ? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പറയണതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട. എനിക്ക് എന്നോട് നിങ്ങൾ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത് അത്രയും യൂസ്ഫുൾ ആയില്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നോട് പറയാം. എനിക്കിതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഒരുപാട് വർഷം ഇങ്ങനെ ചെയ്യണതാണ്. പക്ഷെ ഇപ്പൊ പ്രസന്റ് ഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ് ആണ്. എനിക്കതത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും തരുന്ന ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അല്ല ഇത്. ബട്ട് വേറെ ഒന്നും വഴിയില്ലാത്തപ്പോൾ വി ക്യാൻ യൂസ് ഇറ്റ്. അത്രേ ഉള്ളൂ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. പക്ഷെ എല്ലാത്തിനും ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ലതാണ് ഒരുപാട് കാര്യത്തിനും. പക്ഷെ ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ചില ടോപ്പിക് പഠിപ്പിക്കാൻ, ഇപ്പൊ തിയറി പഠിപ്പിക്കാൻ ഒരു കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള ഈ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളത് പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാൻ കാരണം. നിങ്ങൾ എന്നാ പറയുന്നു? 100% സിൻസിയർ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ. സാർ യൂസ്ഫുൾ ആയിരുന്നു. സാർ യൂസ്ഫുൾ ആയിരുന്നു. ഇതേ ലെവലുള്ള കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ. ഓക്കെ. അപ്പോ പിന്നെ ഈ തവണ എക്സാം എഴുതുന്നവരാരെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞു. ജോയിൻ ഈ തവണ എഴുതുന്നില്ലല്ലോ? എഴുതുന്നുണ്ട് സാർ. അടുത്ത വർഷം ഡിഗ്രി കഴിഞ്ഞു. അടുത്ത വർഷം എഴുതണം അല്ലേ? ഓക്കെ. ഇപ്പൊ ജോവിന് ഈ ലെവലിൽ നിന്ന് കുറച്ചുകൂടി ചെയ്തിട്ട് മുകളിൽ പോകണം. ഈ വർഷം എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ വർഷം തന്നെ എഴുതുന്നവർ ആരെങ്കിലും? അക്ഷയ് എക്സാം എഴുതുന്നുണ്ടോ തവണ? സാർ ഞാൻ വേറെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എഴുതണത് അല്ലേ? ഓക്കെ. ബാക്കി ഇനി ബാക്കി ഗേൾസ്, ബാക്കി അപ്പുറത്തിരിക്കുന്ന അവർക്കൊക്കെ ഇതേ സെയിം ഫീൽ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ഈ ടൈപ്പിലുള്ള ഏരിയ കുറച്ചുകൂടി കവർ ചെയ്തിട്ട് കുറച്ച് ടഫ് ഏരിയയിലേക്ക് പോവാം. അപ്പോ എനിവേ നിങ്ങൾ ഇത്ര നേരം
കേട്ടിരുന്നു, സന്തോഷം. ഇനി എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങള് സിസാറ്റിന്റെ ജനറൽ സ്റ്റഡീസ് ഒക്കെ തുടങ്ങിയോ? പ്രിലിംസിന്റെ ജനറൽ പേപ്പർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസ് ഒക്കെ? ഹലോ